പിന്നെ ഇറ്റ്സ് ഓൾസോ ലൂസ്ലി ബേസ്ഡ് ഓൺ വരദരാജ മുതലിയാറുടെ സ്റ്റോറി ആണെങ്കിലും. അപ്പം അതും പുള്ളിയുടെ ഗോഡ് ഫാദറും കൂടെ. അതെ, ഗോഡ് ഫാദറും കൂടെ ഇൻസ്പയർ. പക്ഷെ വരദരാജ മുതലിയാറുടെ എൻഡിങ് പുള്ളി ഒരു അസുഖം വന്ന് പുള്ളി മരിക്കുമായിരുന്നു. എന്നിട്ട് പുള്ളിയുടെ ബോഡി ഹാജി മസ്താൻ മുംബൈയിലോട്ട് കൊണ്ടുപോകാം. സം ഹിസ്റ്ററീസ് ദയർ. പക്ഷെ ഇതിന്റെ അകത്ത് വരദരാജ മുതലിയാർക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ടായിരുന്ന കാര്യമാണ് ഇവര് ക്ലൈമാക്സ് വെച്ചത്. വെച്ചു. പുള്ളി ഞാൻ ആ മണിരത്നത്തിന്റെ ബുക്ക് വായിക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് മെൻഷൻ ചെയ്തിരുന്നു, വരദരാജ മുതലിയാർ ഒരു ദിവസം വീട്ടിലോട്ട് വിളിച്ചു മണിരത്നത്തിനെ. അപ്പം വിളിച്ച സമയത്ത് പറഞ്ഞ് ക്ലൈമാക്സിൽ പുള്ളി പറയുന്നുണ്ട്, ഞാനിപ്പം മുംബൈയിൽ പോവാത്തത് എനിക്കെതിരെ അവിടെ ഒരു പ്ലോട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഉം. പുള്ളി മുംബൈയിലോട്ട് തിരിച്ചു പോകാഞ്ഞെന്നുള്ള രീതിയാണ്. പക്ഷെ അത് പുള്ളി ഒരു സ്റ്റോറി, ഒരു പ്ലോട്ടിന് ഒരു സ്പേസ് ആയിട്ട് ഉപയോഗിച്ച് അവിടെ തന്നെ പുള്ളിയെ അസാസിനേറ്റ് ചെയ്തില്ലേ, ഒരു കോൺസ്പയർ ചെയ്താണ് ഉം. പുള്ളിയെ കൊന്നത്. പക്ഷെ അഗൈൻ ഇറ്റ് വാസ് എ കർമ്മ ഓൾസോ. ഈ കിൽഡ് ഒരു പോലീസ് പുള്ളി ഓഫീസർ, കൊന്ന പോലീസ് ഓഫീസറുടെ പോലീസുകാരന്റെ